നിർബന്ധം ക്ഷണിക്കാറില്ല. നോട്ടീസിൽ നിങ്ങൾ പേര് വെക്കാത്ത എന്താ? അല്ലല്ല, ക്ഷണിച്ചു കഴിഞ്ഞാൽ സാന്നിധ്യം ഉണ്ടാവും. ക്ഷണിച്ചാലല്ലേ വരൂ, ക്ഷണിച്ചാലല്ലേ MP വരൂ. എല്ലാ പരിപാടിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണലി അദ്ദേഹത്തെ വിളിക്കുകയും നോട്ടീസിൽ ഫോട്ടോ വെക്കുകയും ചെയ്യും. നോട്ടീസിൽ പേര് വെക്കുകയും ചെയ്യും. അല്ല, ക്ഷണിച്ചാൽ മാത്രമേ MP വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ MP വരാനുള്ളൂ. ബഹുമാനപ്പെട്ട MP എന്ന് പറയുന്നത് ഇവിടെ 8-7 നിയോജകമണ്ഡലത്തിൽ പെട്ടതാണ്. അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ 5 കോടി വർഷം കിട്ടുന്നത് ഒരു വർഷം. പക്ഷെ MLA മാർക്ക് ഒരു കോടി വർഷം 5 കോടി കിട്ടുകയാണ്. 7 MLA മാർക്ക് കൂടി 35 കോടി ലക്ഷം 35 കോടി രൂപയാണ് ഈ ഒരു വർഷം കിട്ടുന്നത്, ഒരു വർഷം. പക്ഷെ MP-ക്ക് കിട്ടുന്ന വിഹിതത്തിന്റെ കൂടുതൽ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഏറ്റവും വലുത് ആറ്റിങ്ങല്, ചെറയൻകീഴ്, വർക്കല പോയി നോക്കണം. അതല്ല MP-യുടെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടികളാണ്. അതിനെ നിഷേധിക്കാൻ ആർക്കും ഒക്കില്ല. പിന്നെ അത് അടൂർ പ്രകാശിന്റെ കുടുംബമല്ല, സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള പൈസ വ്യക്തമായിട്ട് പിടിച്ചു വാങ്ങിച്ച് നടപ്പിലാക്കുന്ന. എന്തോ ഒരു കാര്യം പറഞ്ഞു. വർക്കലയില് നടന്നത് വർക്കല ജോയിയാണ് അവിടുത്തെ MLA. അവിടെ നടന്ന വികസനം അടൂർ പ്രകാശിന്റെ അല്ല. അരുവിക്കരയിൽ ആരാ MLA? സ്റ്റീഫനാണ്. അല്ല, അവിടെ വികസനം നടക്കാത്ത പ്രവർത്തനം ഇപ്പൊ 3 വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം. അരുവിക്കര ഗവൺമെന്റ് LPS 6 ക്ലാസ് റൂമുള്ള സ്കൂൾ കെട്ടിടം നിർമ്മിച്ച് സ്മാർട്ടാക്കി. അരുവിക്കര സ്കൂളിന് കമ്പ്യൂട്ടർ സെന്റർ, ഇവിടെ വാക്വേ. ഇവിടെ MP-യുടെ 1 രൂപ പോലും അരുവിക്കര മണ്ഡലത്തിലേക്ക് വന്നിട്ടില്ല. ഒരു പൈസ പോലും ചെലവാക്കിയതല്ല ഈ മണ്ഡലത്തിൽ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കർക്കിടകവാവിന് ബലിതർപ്പണം നടത്തുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി അരുവിക്കര ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുകയാണ്. MLA-യുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 വർഷം നടക്കണം. ഇതുവരെ MP തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ നോക്കൂ, അപ്പൊ ചൂട് പിടിക്കുകയാണ് കേട്ടോ. അപ്പം ആരോപണമൊക്കെ വളരെ കടുത്ത ആരോപണങ്ങളാണ്. ഞങ്ങൾ ഉത്തരവാദികളല്ല, നേതാക്കന്മാരൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ദീപക് എന്നൊരു കലാകാരനെ കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നു. ദീപക് ഇവിടെ ഉണ്ടായിരുന്നു. ദീപക് എന്നൊരു കലാകാരൻ വരും. അപ്പോൾ സിദ്ധാർത്ഥൻ കള്ളിക്കാട് വരൂ. സിദ്ധാർത്ഥന്റെ ഒരു പ്രകടനം നമുക്കൊന്ന് കണ്ടാലോ. സിദ്ധാർത്ഥൻ അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനം പാടുന്ന ഒരു കലാകാരൻ. അന്ന് ഞെട്ടിച്ചേ. കാമതിയോ? കായില്ലാതെ കേരളീയർക്ക് കഴിയുവാൻ കഴിയുമോ? കാസർഗോഡ് മുതൽ കളീക്കവിള വരെ കായിലാണ് കിടക്കുന്നത്. കവികളും കലാകാരന്മാരും കൊണ്ട് കേരളത്തെ കമനീയമാക്കിയിരിക്കുന്നു. കുഞ്ചൻ നമ്പ്യാരും കുമാരനാശാനും കാളിദാസനും കാലത്തിന്റെ കരുത്താണ്. കുടമാളൂർ കരുണാകരനും കലാമണ്ഡലം കൃഷ്ണൻ നായരും കലയിൽ കിടിലം കൊള്ളിച്ചത് കഥകളിയിലാണ്. കന്നാസും കടലാസും ഹൃദയം കീഴടക്കിയത് കാബൂളി വാലയിലാണ്. കാമുകനും കാമുകിയും കാമിച്ചത് കണ്ണുകൾ കൊണ്ടാണ്. കല്യാണത്തിന് കരി കൊഴിപ്പിച്ചതും കായ് കൊണ്ടാണ്. കൈകൊണ്ട് കറക്കി എഴുതിയാൽ കമനീയമാക്കാം, കൗതുകമാക്കാം. കവികൾ കൊണ്ടാണ് കൂടുതലും കൃതികൾ കുറിച്ചിരിക്കുന്നത്. KP കേശവമേനോന്റെ കഴിഞ്ഞ കാലവും കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകളും തകഴിയുടെ കയറും കുഞ്ഞബ്ദുള്ളയുടെ കന്യാവനങ്ങളും കൃഷ്ണവാര്യരുടെ കാളിദാസന്റെ സിംഹാസനവും കൃഷ്ണപിള്ളയുടെ കൃഷ്ണതുളസിയും ശ്രീകണ്ഠൻ നായരുടെ കാഞ്ചന സീതയും ഹൃദയം കൈയടക്കിയതിന് കയ്യും കണക്കുമില്ല. കാക്ക കറുപ്പാണ്, കറുപ്പ് കണ്ണീരാണ്. കണ്ണീര് കണ്ണിനെയും കാലത്തെയും കഴുകിക്കളയുന്നു. കാലത്തെ കണി കണ്ണിന് കുളിരാണ്. കുളിച്ചു കുറിയും തൊട്ട് കുടവയറും കുലുക്കി കൂപ്പുകൈകളുമായി എത്തിയ കാരണവർക്ക് കാപ്പി കിട്ടിയില്ലെങ്കിൽ കണിയുടെ കാര്യം കണക്കാണ്. കാള കിടക്കും കയറോടും കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? കുടത്തിൽ കൊട്ടിയാൽ കുളത്തിൽ കുളിക്കാം. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കായില്ലെങ്കിൽ കറി കൊഴിക്കില്ല, കല്യാണം കഴിക്കില്ല, കുട്ടികൾ കളിക്കില്ല, കുളിക്കില്ല, കൂത്താടില്ല, കൂട്ടുകൂടില്ല, കഞ്ഞി കുടിക്കില്ല, കരയില്ല, കള്ളം പറയില്ല, കശപിശ കൂടില്ല, ക്ലാസ്സിൽ പോകില്ല, കണക്കു പഠിക്കില്ല. കുന്തത്തിൽ കറങ്ങുന്ന കുട്ടൂസനെയും കുടുകുടാ ചിരിപ്പിക്കുന്ന കബീഷിനെയും കൗശലക്കാരനായ കാലിയെയും കളിക്കുടുക്കയും കൊച്ചു ടിവിയും കണ്ട് കറങ്ങുന്ന കുട്ടിക്കാലം. കുട്ടിക്ക് കളി കാര്യമാണ്. കരഞ്ഞുകൊണ്ട് കാര്യം കാണുന്നു. കാമിനിമാർ കണ്ണുകൊണ്ട് കഥ പറയും. കാരണവർ കാശുകൊണ്ട് കാര്യങ്ങൾ കാണുന്നു. കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കൊണ്ടാണ് കൂടുതലും കുറിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ആദ്യ കളർ ചിത്രം കണ്ടം വെച്ച കോട്ടാണ്. കലാകാര കൊള്ളാം, കിടിലം അല്ലേ, തകർത്തു. എത്ര സമയം എടുത്തു പഠിക്കാൻ? ഒരുപാട് ദിവസത്തെ പ്രാക്ടീസ്. ഇത് കഴിഞ്ഞോട് ചില രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത്തവണ തെരഞ്ഞെടുപ്പിന് വേണ്ടി അനൗൺസ് ചെയ്യാനും കൂടി വിളിക്കും കേട്ടോ. വെച്ചുള്ള അനൗൺസ്മെന്റ്. അപ്പം മാത്രമേ പറയത്തുള്ളൂ, എല്ലാം പറയും അല്ലേ? കൊള്ളാം അല്ലേ? ഗംഭീര പ്രകടനമായിരുന്നു. അപ്പൊ മൊത്തം വെച്ചിട്ടാണ്. വീട്ടിൽ ആൾക്കാരുടെ മക്കളോടൊക്കെ സംസാരിക്കുന്നത് വെച്ചാണോ? ആരെയെ എന്തെങ്കിലും പറയാറുണ്ടോ? കലി കയറുമ്പോ കാവച്ചൊക്കെ ചിലത് കലി കയറുമ്പോ ഞാൻ കാവച്ച് ചിലത് കാച്ചാറുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ നമ്മൾ പറയൂല അല്ലേ? അത് നമ്മൾ വേണമെങ്കിൽ മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ,